അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. കൊണ്ടാഴി ചിറങ്കര സെന്ററിൽ പൈപ്പ് ലൈൻ തകർന്ന് മാസങ്ങളായി കുടിവെള്ളം പാഴാകുന്നു. അധികൃതരുടെ അനാസ്ഥ മൂലം വ്യാപാര സ്ഥാപനങ്ങളിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. സാംക്രമിക രോഗ ഭീഷണിയിലാണ് പ്രദേശം. കൊണ്ടാഴി ചിറങ്കര സെന്ററിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നത് മൂലം പൊതുജനം ദുരിതത്തിലാണ്. മാസങ്ങളായി തുടരുന്ന ഈ പ്രവണത പ്രദേശത്തെ വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. ഈ വെള്ളം മാസങ്ങളായിട്ട് ഇവിടെ പൊട്ടിപ്പോവാണ്. ആരും ശ്രദ്ധിക്കണില്ല, ഒന്നും നേരാക്കാനോ ഒന്നും ആരും ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഇതിൽ പോകുമ്പോൾ വഴുതി വീഴടക്കം ചെയ്തു ഒരാൾ, ഒരു വയസ്സായ അമ്മ. ഇവിടെ കൊതുക് ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കട തുറക്കാൻ വരുമ്പോൾ ഞാനേ വഴിക്ക് വീണു. ഇതുപോലെ നിറയെ പേര് വരണതും പോകുന്നതാണ്. കടയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, നിറയെ പ്രശ്നങ്ങളുണ്ട്. ചിറങ്കര സെന്ററിൽ നിന്നും 1-ാം വാർഡ് പ്രദേശത്തെ നവോദയ കോളേജ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ആലിൻചുവട്ടിലാണ് പൈപ്പ് ലൈൻ തകർന്നിരിക്കുന്നത്. പൈപ്പ് പൊട്ടി പാഴാകുന്ന വെള്ളം അഴുക്കുചാലിൽ കെട്ടിക്കിടക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. 3-4 മാസമായിട്ട് ഈ വെള്ളം പൊട്ടിയിട്ട് പൈപ്പിൽ പൊട്ടിയിട്ട് ഒഴുകിപ്പോയി ചാലിലാകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഈ ചിറങ്കര സെന്ററിലാണിത്. ഇവിടെ നിന്നുള്ള എല്ലാ മെമ്പർമാരും എല്ലാവരും കാണുന്ന ഒരു സംഭവമാണിത്. പക്ഷെ ഇതിനാരും പരിഹാരം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ ചാലിൽ ഇപ്പൊ തവളകളും പിന്നെ എല്ലാവരും കടന്ന് ഇതാവുന്നു. കൊതുകുകളുടെ ശല്യം കൂടുകയാണ്. പിന്നെ നടക്കുന്ന ഒരു കടകളുടെ മുൻഭാഗം കൂടിയാണിത്. വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുന്നതിനാൽ പ്രദേശത്ത് സാംക്രമിക രോഗ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് അഡ്വക്കേറ്റ് ടി പി അരവിന്ദാക്ഷൻ, വ്യാപാരികളായ ടി പി എഡിസൺ, മഞ്ജു എന്നിവർ CCV ന്യൂസിനോട് പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറഞ്ഞ പ്രശ്നം കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് മായന്നൂർ ചിറങ്കര സെന്ററിൽ ഒരു പക്ഷേ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലോട്ട് ഇനിയിപ്പിക്കാവുന്ന ഒരു സംഭവമാണ്. വെള്ളം, അമൂല്യമായ ജലം പാഴാവുന്നു. അതിന് കൂടാതെ കൊതുക് തുടങ്ങിയ പ്രാണികൾ പെറ്റുപെരുകിയിട്ട് ചിറങ്കര മെയിൻ സെന്ററിൽ തോമസേട്ടന്റെ കടറ മുമ്പിലാണ് ഈ സംഭവം. ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് പല അധികാരികളോടും പല പ്രാവശ്യവും പറയണ്ടായി. തികച്ചും അനാസ്ഥ. നികുതി പിരിക്കാൻ മാത്രം സമയത്ത് വരിക, നികുതി സമയത്ത് കൊടുത്തില്ലെങ്കിൽ പവർ കട്ട് ഏർപ്പെടുത്തുക, വാട്ടർ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അധികാരികൾ നികുതി കൂട്ടാനും വാങ്ങിക്കാനും ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ വരാൻ പോകുമ്പോൾ യാതൊരു പ്രതികരണങ്ങളും ഇല്ലാതെ തികഞ്ഞ അനാസ്ഥ. അതായത് ജനാധിപത്യ അല്ലെങ്കിൽ ഒരു ഭരണകൂടം നിർവഹിക്കേണ്ട കടമകളിൽ നിന്ന് പരിപൂർണമായി ഒളിച്ചോറിക്കൊണ്ട് ജനങ്ങളുടെ അധികാരാവകാശങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന ഒരു ഏറ്റവും പ്രതികാരാത്മക ഒരു നടപടിയാണ് അധികാരികളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നതിന്. പെട്ടെന്ന് ഒരു പരിഹാരം കണ്ട് ഒരു പ്ലംബറെ അയച്ചിട്ട് ഇതിനെ വേണമെങ്കിൽ ഡിഗ് ചെയ്ത് അതൊന്ന് വാട്ടർ ലീക്കിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടുത്തെ കാര്യങ്ങൾ വൃത്തിയാവുള്ളൂ. കൂടാതെ കാന കംപ്ലീറ്റ് മൂടിക്കിടക്കുകയാണ്, വെള്ളം നിറഞ്ഞിട്ടുന്നു, കൊതുകുകൾ പെറ്റുപെരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരുടെ വീടിന് മുന്നിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമെങ്കിൽ. ജനപ്രതിനിധികളും അധികൃതരും ഈ ഗൗരവകരമായ പ്രശ്നത്തിൽ എത്രയും വേഗം ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCV ന്യൂസ്, കൊണ്ടാഴി.